ഫ്രണ്ട്സ്, ഇൻഡിഗോ എയർലൈൻസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ വിവിധ ഇടങ്ങളിലായിട്ട് ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ക്യാബിൻ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ അവിടെ ഇവിടെയും സീക്ക് ചെയ്ത് കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വാക്ക് ഇൻ സെലക്ഷൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾ അവിടെ വാക്ക് ഇൻ സെലക്ഷൻ നടക്കുന്ന ഡേറ്റുകൾ നിങ്ങൾ അതത് സ്ഥലങ്ങളിൽ എത്തിച്ചേരണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളിലൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ വിളിച്ചിരിക്കുന്നത് ക്യാബിൻ അറ്റൻഡൻറ്റ് ഗ്രേഡ് ട്രെയിനിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളും വേണ്ട. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വാക്കൻസിയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മിനിമം ഏജ് 18, മാക്സിമം 27. അപ്പോൾ പാസ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എമർജൻസി പാസ്പോർട്ടൊക്കെ എടുക്കാവുന്നതാണ്, അങ്ങനെ എടുത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം കുറഞ്ഞ ദിവസം കൊണ്ട് പാസ്പോർട്ടൊക്കെ സെറ്റാക്കാൻ പറ്റും. മിനിമം ഏജ് 18, മാക്സിമം 27. അത് പലരും നമ്മളോട് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നതാണ് എയർപോർട്ട് ജോലി. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് എടുത്ത് ചെയ്യുന്നത്. അതിൽ മിനിമം 18, മാക്സിമം 27 ഏജ് ലിമിറ്റ് വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ +2 എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്, പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക. +2 എന്താണ് കൊമേഴ്സ് ഒരു ഹ്യൂമാനിറ്റീസ് ഒരു സയൻസ് +2 ഏത് സ്ട്രീമാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് +2 നിങ്ങളെ എക്സാം നിങ്ങൾ പാസ്സായിരിക്കുക. അതായത് +2 ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്, പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. ജസ്റ്റ് +2 ആണ് അതിൻ്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഫ്ലുവൻസി ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി റെസ്പെക്റ്റീവ്ലി. അതായത് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഇപ്പം ക്യാബിൻ ക്രൂ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം തസ്തിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഇവിടെ 185 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. വെയിറ്റ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സിനനുസരിച്ചുള്ള ഒരു വെയിറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 185 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത് മെയിനായിട്ട്. പിന്നെ നമ്മുടെ അപ്പിയറൻസ് ആണ്, അതായത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. അതുപോലെ വെൽഗ്രൂംഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ടാറ്റൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അത് കാണരുത് എന്നുള്ളതാണ് കേട്ടോ. ആ രീതിയിലുള്ള ടാറ്റൂസ് ആണെങ്കിൽ പറ്റും. അടുത്ത ബേസ് അവൈലബിലിറ്റി. അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും എന്താണ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇൻഡിഗോ ബേസിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഡ്രസ് കോഡാണ്. ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്ന സമയത്ത് ഏത് ഡ്രസ്സ് ഇട്ടിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹാഫ് സ്ലീവ് ഷർട്ട് ആയിരിക്കണം, നീ ലെങ്ത്ത് സ്കേർട്ട് വേണം, അതുപോലെ സ്റ്റോക്കിങ്സ് ധരിച്ചിരിക്കണം, അതുപോലെ ഫോമൽ ഹീൽസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷൻ, അതായത് നമുക്ക് കേരളത്തിൽ എവിടേക്കാണ് ഉള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലാണ്, GOCL എജുലാൻ്റെ വെബ്സൈറ്റിലാണ് വരിക. ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്താലും GOCL എജുലാൻ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ വരും. അപ്പോൾ ഇവിടെ ഞാനത് ഈസി ടൂൾസിൻ്റെ അടുത്തായിട്ട് ഞാൻ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ത്രൂ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളും പുതിയൊരു എന്താണ് ഒരു സംവിധാനമാണ് ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ നിങ്ങളിതാ ഈ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് തരാൻ വേണ്ടി ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ജസ്റ്റ് പേജിൽ ലോഡ് ആകുന്നുണ്ട്. ഈ ഒരു ഇവിടെ കാണാൻ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഇതിൽ പേയ്മെൻറ്റ് ഉണ്ട്. ഇത് 499 കണ്ട് ഞെട്ടണ്ട. ഇതിൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് തരാം. ആ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് 40% വീണ്ടും ഓഫർ ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ലെവലിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടേ വരുള്ളൂ. 6 മന്ത് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഓപ്പൺ ഗ്രൂപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ടെന്ന് മീൻസ് വാക്ക് ഇൻ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെലക്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂട്ടമായിട്ട് പോകാം. ഇനി ബാംഗ്ലൂരിലോ ചെന്നൈയോ ഒക്കെ പോകുന്നുണ്ട്, അങ്ങനെ കൂട്ടമായിട്ട് പോകാം. അതിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഓട്ടോമേറ്റഡ് ആണ്. മറ്റേന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് നിങ്ങളെ മാനുവലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളിതിൽ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാൻ പറ്റും. ബാക്കിയുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ തരും. ഇത് മാത്രമല്ല ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ജോബ് അപ്ഡേറ്റ്സ്
അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നതിന് മുൻപ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഫോൾഡർ വൈസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലുള്ള കണ്ടന്റ് ആണ്. ഇത് എൻ്റെ അഡ്മിൻ ഏരിയ ആണ്. ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതിൽ കണ്ടന്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് L&D വാക്കൻസി അത് വേറെ ഉണ്ട്. ഇത് മേ ജോബ് നിങ്ങൾക്ക് മേ ജോബ്സ് ഒരു ഫയൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മേ ജോബ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം BTech ജോബ്, ഫ്രഷർ, ഡിപ്ലോമ ഒക്കെ ഫ്രഷറിൻ്റെ മാത്രം ഓരോ 10th ITI MA MTech ഇതിലൊന്നും ഞാനിപ്പോൾ കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. നമ്മളതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്താൽ ഈ പറഞ്ഞ രീതിയിൽ ഫോൾഡർ വൈസിൽ നിങ്ങൾക്ക് യാതൊരുവിധ ആഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലിങ്കും പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനും ഇതിലൂടെ കിട്ടും. ഇൻറ്റേൺഷിപ്പ്, അതുപോലെ ഡിഗ്രി ജോബ്സ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് എയർപോർട്ട് ജോബ്സ് ഇതൊന്ന് ഓപ്പൺ ആക്കാം. എയർപോർട്ട് ജോബ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്. GeoC Legoland എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതാക്കിയാൽ മതി കേട്ടോ. നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് GeoC Legoland എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എയർപോർട്ട് ജോബ്സ് എന്നുള്ള ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതൊരു PDF നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പം നമ്മുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാബിൻ അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത്, ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല അതൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കുക. ഗവൺമെൻറ് IDs ഉണ്ട് അത് വെക്കുക. ഓക്കെ, എല്ലാതിൻ്റെയും ഫോട്ടോ കോപ്പിയൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കുന്നതല്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫും ഒക്കെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് കൊച്ചിയിലും ചെന്നൈ അതുപോലെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ അതിലേക്ക് ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നതിന് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിപ്പം എയർപോർട്ടിൻ്റെ ജോബ് മാത്രമല്ല, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഡിപ്ലോമ, BTech, എഞ്ചിനീയറിംഗ്, ഗ്രാജുവേഷൻ അല്ല നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഡിഗ്രി ഒക്കെയുള്ള വിവിധ കാറ്റഗറി വൈസ് ഫോൾഡറാണ് ഇതിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഡയറക്റ്റ് വന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ കാണാൻ പറ്റും. ഇനി പുതിയ ഏതെങ്കിലും ഫോൾഡർ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിൽ ചോദിക്കാനും പറ്റും. പിന്നെ നമ്മുടെ ആ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഫ്രീ ടൈം നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ചെയ്യാം. അതായത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒരു വെബ്സൈറ്റിലേക്കാണ് വരിക. ഇത് നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൈ കോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ഇതന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാനിതിൽ ലോഗിൻ ആണ്. ഓക്കെ, ഓൾറെഡി ഞാനിതിൽ ലോഗിൻ ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലോഗിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഡയറക്റ്റ് ബൈ നൗവിലേക്ക് പോകും. അതല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിതിൽ ലോഗിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ആപ്പ് എടുത്ത് ലോഗിൻ ചെയ്യില്ല, അതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ കാണാം അപ്ലൈ കൂപ്പൺ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മളിപ്പം കൊടുക്കേണ്ട ആദ്യത്തെ 100 പേർക്കാണ് ഈ കൂപ്പൺ ഓഫർ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. GeoCL ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക, 40 അടിച്ചു കൊടുക്കുക. ഓക്കെ, GeoCL ക്യാപിറ്റലിന് അടിച്ചെടുത്ത് 40 അടിച്ചെടുത്ത് അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം 200 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് മൈനസ് ആയിട്ടുണ്ട്, ഡിസ്കൗണ്ട് എക്സ്ട്രാ. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട തുക 299 എന്നുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ATM കാർഡ് ഏത് വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോൾഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഫോൾഡറൊക്കെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കണ്ടൻറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, PDF അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നോക്കാനും പറ്റും. അപ്പോൾ നിലവിൽ നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റുകളാണ് ഇനി പറയുന്നത്. ബാംഗ്ലൂരിൽ നമുക്ക് May 9 റിപ്പോർട്ടിംഗ് ടൈം 9 AM to 12 PM വരെയാണ്. ഇനി മറ്റു എവിടെയെങ്കിലുമൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുമായി ഉള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത് ത്രൂ നമ്മൾ തരാവുന്നതാണ്. അത് കർണാടകയിലാണ്. നിങ്ങൾക്കിവിടെ കാണാം അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ ഹോട്ടൽ അക്ഷയ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ എത്തിച്ചേരേണ്ട വെന്യൂ ആണ് കേട്ടോ. അഡ്രസ്സ് എന്നുള്ളത് നമ്മൾ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരേണ്ട വെന്യൂ ആണ്.
പിന്നെ 13 മെയ്ക്ക് ചെന്നൈ ഉണ്ട് കേട്ടോ. മെയ് 13 ചെന്നൈ ആണ്. റിപ്പോർട്ടിംഗ് ടൈം 9 AM to 12 PM എന്നതിൻ്റെ ഉള്ളിലായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ഹോട്ടൽ ബ്ലൂ ഐറിഷ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഉണ്ട്, അവിടെയാണ് എത്തിച്ചേരേണ്ടത്. 14 മെയ്ക്ക് നിങ്ങൾക്ക് കൊച്ചിയിലുണ്ട്. ഓക്കെ, ഫ്ലോറ എയർപോർട്ട് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മുടെ കൊച്ചി ടെർമിനലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ 23 മെയ് ബാംഗ്ലൂരിലുണ്ട്. അത് ഈ പറയുന്ന ഹോട്ടൽ അക്ഷയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോട്ടലിലാണ്. പിന്നെ 30 മെയ് കൊച്ചിയിലും നിങ്ങൾക്ക് എന്താണ് വീണ്ടും 10 to 1 മണി വരെയാണ് അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. അഡ്രസ്സ് ഉണ്ട്, നമ്മളെ വെന്യൂ ഉണ്ട്, എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനും അതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു പേജ് വരും. അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ വാക്ക് ഇൻ സെലക്ഷന് പോകാണ് വേണ്ടത്. ഡേറ്റ് പ്രത്യേകം ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റിൽ നമ്മൾ വാക്ക് ഇൻ സെലക്ഷന് പോകണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, വാക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റഡ് റെസ്യൂമ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ടുള്ള റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. പിന്നെ വാലിഡ് ID പ്രൂഫ് വേണം. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സുകൾ വേണം, അതിൻ്റെ ഫോട്ടോ കോപ്പി എല്ലാം എടുക്കുക. പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചോ, നിർബന്ധമല്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇൻഡിഗോ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു ഫീയും ഈടാക്കുന്നില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഫീ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാനും നിൽക്കരുത്. മീൻസ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വാങ്ങിത്തരാം എന്നുള്ള അങ്ങനെയുള്ള തെറ്റായുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ വീഴരുത്. യാതൊരുവിധ പേയ്മെൻറ്റ് ആരോടും വാങ്ങാതെ ഡയറക്റ്റ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് മാത്രമല്ല, എല്ലാവിധ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഇനി മുതൽ ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാകും. യൂട്യൂബിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് ജോലി കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ത്രൂ കൊടുക്കുന്നത്. അതല്ലാതെ പ്രൈവറ്റ് കാര്യങ്ങൾ, പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് JioCLegland എന്ന് അടിച്ചാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ലോഗോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ ഈ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാം. കൂട്ടുകാരുടെ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.